കഥ ദൈവമനുഷ്യൻ. ആ കണ്ണ് കേടാക്കണ്ട പെണ്ണേ, ഏതു നേരം അതീക്കന്നെ നോക്കിയിരുന്നിട്ട്. പൊട്ടിയ സ്ക്രീൻ കാർഡുള്ള വെള്ള സാംസങ് ഫോണിൽ വീഡിയോ കണ്ടിരുന്നപ്പോ ഉമ്മയുടെ ഡയലോഗായിരുന്നു അത്. പെട്ടെന്നായിരുന്നു മനസ്സിൽ അയാൾ കേറിക്കൂടിയത്. ഉമ്മ പറഞ്ഞു തന്ന അയാളെ പെട്ടെന്ന് ഞാൻ ഓർത്തെടുത്തു. അങ്കമാലിയിലെ കണ്ണാശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ വന്ന അയാളെ. അയാളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ കാഴ്ച പോയിരുന്നില്ലേ. സണ്ണി എന്നായിരുന്നു അയാളുടെ പേര്. ഓർമ്മകളുടെ കടലാഴങ്ങളിൽ ഉമ്മ എനിക്ക് പകർന്നു തന്ന ആ പേര് ഇന്ന് എനിക്ക് വെളിച്ചമാണ്. ഞങ്ങൾക്ക് അവധിക്കാലമായതിനാൽ വിരുന്നു വന്ന ഉമ്മയും അനിയത്തിമാരും ഉച്ചച്ചോറും കഴിഞ്ഞ് സംസാരിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. സംസാരം മുറക്കാത്ത സമയത്ത് താത്ത വിളിച്ചു മാറ്റം വരുത്തിയ ഓമനപ്പേരുള്ള ഉമ്മാന്റെ രണ്ടാമത്തെ അനിയത്തി കള്ളിമാമ അവിടെ ഉണ്ടായിരുന്നു. അറ്റമില്ലാതെ പറഞ്ഞ കഥകളൊന്ന് നിർത്തിക്കൊണ്ട് അധികം ചാടിയാൽ ഇളകിപ്പോയേക്കാവുന്ന കോലായിയോട് ചേർന്നുള്ള മുറിയിലെ കട്ടിലിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന എന്റെ കണ്ണിലേക്ക് നോക്കി കള്ളിമാമ ഉമ്മയോട് പറഞ്ഞു, ഈ കുട്ടിന്റെ കണ്ണിൽ നിന്നെന്താ ഇങ്ങനെ വെള്ളം വരണേ? വല്ലാത്തൊരു മണം ഉണ്ടല്ലോ. വൈകിപ്പിക്കാതെ നമുക്ക് നല്ല ഡോക്ടറെ കാണിച്ചാലോ? ബസ് കിട്ടാൻ പാലമില്ലാത്ത പുഴയുടെ അക്കരെ കിടക്കാൻ തോണിയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു അന്ന്. കാത്തിരുന്നു മുഷിഞ്ഞപ്പോൾ വന്ന തോണി കയറി മക്കളാണ് ലോകമെന്ന് പറഞ്ഞു നടക്കുന്ന ഉമ്മ എന്നെയും ചേർത്ത് പിടിച്ച് അങ്ങേയറ്റം ആദ്യവുമായി ഉപ്പയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി. നീണ്ട വരിയിലെ തൊട്ടു മുന്നിലെ ആളും കഴിഞ്ഞ് എന്റെ പേര് വിളിച്ചപ്പോ ഉപ്പാന്റെ മടിയിലിരുന്ന് കളിക്കുകയായിരുന്ന എന്നെയും എടുത്ത് ഡോക്ടറുടെ മുറി ലക്ഷ്യമാക്കി ഉപ്പ നടന്നു. പിറകെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഉമ്മയും. കുട്ടിയുടെ കണ്ണിന് എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നും അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുമെന്നും പരിശോധനാ ശേഷം വളരെ ഗൗരവത്തോടെ ഡോക്ടർ പറഞ്ഞത് കേട്ടപാടെ ഉമ്മ ബോധം കെട്ടു വീണു. പെട്ടെന്നൊരു സർജറി എന്ന് കേട്ടപ്പോ അന്ന് കടല വിറ്റ് മാത്രം കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഉപ്പയ്ക്ക് അത് താങ്ങാൻ പറ്റാത്തതായിരുന്നു. മാത്രവുമല്ല, സർജറിയുടെ ഭാഗമായി ബ്ലഡ് ഗ്രൂപ്പിനെ കണ്ടെത്താൻ പറഞ്ഞിരുന്നു. കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പായിരുന്നു എന്റേത്. അങ്കമാലിയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ എനിക്ക് തലേന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിലുള്ള ആ നീളൻ അട്ടിപ്പാത്രം പിടിച്ച് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ പോയ സങ്കടത്തോടെയുള്ള ഉപ്പാന്റെ മുഖം കണ്ട് അയാൾ അടുത്തേക്ക് വരികയുണ്ടായി. സംസാരിക്കുന്നതിനിടെ അയാൾ ഉപ്പയോട് വിവരങ്ങളൊക്കെ തിരക്കി. കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുള്ള എന്റെ ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയും ഉപ്പ അയാളോട് പറഞ്ഞു. അപ്പോഴാണ് അയാൾ ആ സന്തോഷ വാർത്ത പറഞ്ഞത്. എന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പാണ് അയാൾക്കെന്ന്. അങ്കമാലിയിലെ ആ കണ്ണാശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ വന്ന് എന്നെ കണ്ട് മോൾക്ക് ബ്ലഡ് കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ് എന്നെ തലോടിക്കൊണ്ടിരുന്ന ഉമ്മയെ അയാൾ ആശ്വസിപ്പിച്ചു. 1000 രൂപ എന്റെ കുഞ്ഞിക്കൈയിൽ പിടിപ്പിച്ച് ഹോസ്പിറ്റലിന്റെ നീണ്ട വരാന്തയിലൂടെ അയാൾ നടന്നകന്ന കാഴ്ച ഉമ്മ പറഞ്ഞു തന്നപ്പോ ചെറിയൊരു പ്രകാശത്തോടുകൂടി അയാളുടെ രൂപം മനസ്സിലങ്ങനെ തെളിഞ്ഞു നിന്നു. ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ പേരും വിവരവും ഉപ്പ സൂക്ഷിച്ചു കൊണ്ട് നടന്നെങ്കിലും പിന്നീട് എപ്പോഴോ ഉപ്പയുടെ കയ്യിൽ നിന്ന് അത് എന്നേക്കുമായി നഷ്ടമായി. നിങ്ങളിന്ന് എവിടെയാണെങ്കിലും ഞാൻ കാണുന്ന ഈ ലോകം അത് നിങ്ങളുടെ മാത്രം ദാനമാണ്. സത്യത്തിൽ അയാൾ ഒരു ദൈവമനുഷ്യനായിരുന്നു. അനുഭവങ്ങളും കഥകളുമായി നമ്മുടെ ഈ യാത്ര 10 കഥകൾ പിന്നിട്ടു. ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്നും കൂടെയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us by മുഹഷിറ.